5 ഭർത്താക്കന്മാരുള്ള ഒരു ശമരിക്കാരത്തി സ്ത്രീ. ഉച്ച സമയത്താണ് അവർ വെള്ളം കോരാൻ പോയിക്കൊണ്ടിരുന്നത്. സാധാരണ സ്ത്രീകൾ അതിരാവിലെ കൂട്ടുകാരും മൊത്തം ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷെ ഇവർ ഉച്ച സമയമാണ് തിരഞ്ഞെടുത്തത്. ചിലപ്പോ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും ചോദ്യങ്ങളും ഒക്കെ ഭയന്നാവാം അവൾ ആ സമയം തിരഞ്ഞെടുത്ത് പോയിക്കത്. പക്ഷെ ഒരു ദിവസം സാധാരണ യഹൂദർ തിരഞ്ഞെടുക്കാത്ത ശമരി എന്ന വഴി തിരഞ്ഞെടുത്ത് കർത്താവ് അവളെ തേടി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. സാധാരണ യഹൂദർ ശമരിക്കാരോട് സംസാരിക്കാറില്ല. പക്ഷെ മറ്റുള്ളവർ മാറ്റി നിർത്തി അവളെ കർത്താവ് തെരഞ്ഞെടുത്ത് തന്നെത്താൻ വെളിപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ പറ്റും. ചുറ്റുപാടും ഒരുപാട് യോഗ്യതയുള്ളവരും വിശുദ്ധന്മാരും ഒക്കെ ഉണ്ടായിട്ടും കർത്താവ് തെരഞ്ഞെടുത്തത് പാപത്തിന്റെ പിടിയിൽ പെട്ടുപോയ ഒരു സ്ത്രീയാണ്. കാരണം ദൈവത്തിന് അവളും ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നതാണ്. പലപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ യോഗ്യതയില്ല എന്ന് കരുതി ചിലപ്പോൾ മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരൊക്കെ കർത്താവിന് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഏത് അവസ്ഥയിലും എത്ര വലിയ പാപത്തിന്റെ പിടിയിൽ പെട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ കൂടെ കർത്താവിന്റെ ഒരു എൻകൗണ്ടർ മതി നിങ്ങളുടെ ജീവിതം മാറാൻ. നമ്മുടെ ജീവിതത്തിൽ എത്ര വട്ടം നിരസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒട്ടും സ്നേഹം ലഭിച്ചിട്ടില്ലാത്ത അവസ്ഥയിലാണെങ്കിലും കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിൽ നിങ്ങൾക്ക് ഇന്ന് വരെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ലാത്ത സ്നേഹവും സമാധാനവും അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ തെറ്റുകൾ എത്ര വലുതാണെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങളെ കൈപിടിച്ചുയർത്താൻ കർത്താവിന് പറ്റും. നിങ്ങൾ വീണുപോയത് എത്ര വലിയ കുഴിയിലാണെങ്കിലും കർത്താവ് മാത്രമാണ് അതിനുള്ള ഏക സൊല്യൂഷൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.